الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് പരാതിയുമായി വരുന്ന ഒരു ഉപ്പയുണ്ട് ചരിത്രത്തിൽ. അദ്ദേഹം വന്നിട്ട് പറയുന്നു, എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, അവൻക്ക് എന്നോട് ബഹുമാനമില്ല, അവൻ എന്നെ ആദരിക്കുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് വരാൻ പറഞ്ഞു. സംഗതി കുറച്ച് ഗൗരവമാണല്ലോ. അയാൾ വന്നു. അപ്പൊ ചോദിച്ചു, എന്താണ് വാപ്പ ഇങ്ങനൊക്കെ പരാതി പറയുന്നുണ്ടല്ലോ, എന്താണ് കാര്യം? ഇത് ശരിയാവൂലല്ലോ. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീ. വാപ്പാക്ക് മാത്രം അവകാശമുള്ളൂ, മക്കൾക്ക് അവകാശമൊന്നുമില്ലേ? ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളില്ലേ? ബല, ഉണ്ടല്ലോ. വമാ ഹിയ യാ അമീറൽ മുഅ്മിനീൻ, എന്തൊക്കെയാണ് ആ അവകാശങ്ങൾ? അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഉപ്പ മകന് കൊടുക്കേണ്ട അവകാശങ്ങൾ ഇങ്ങനെ എണ്ണി പറയാണ്. അൻ തഖിയ ഉമ്മഹു, അവർക്ക് നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുത്തു കൊടുക്കണം. വയുഹ്സിന ഇസ്മഹു, അവന് നല്ല പേര് വിളിക്കണം. വയുഅല്ലിമഹുൽ കിതാബ്, അവന് അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങനെ എണ്ണി പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മ ആരാ നിങ്ങൾക്കറിയോ? അവര് മജൂസിയായ ഒരു മനുഷ്യന്റെ കീഴിലുള്ള ഒരു പെണ്ണായിരുന്നു. എന്റെ ഉമ്മാക്ക് എന്ത് ദീനാണുള്ളത്? വഖദ് സമ്മാനി ജുഅല, നിന്റെ പേരെന്താ നിങ്ങൾക്കറിയോ? കരിവണ്ട് എന്നാണ്, ജുഅല് എന്നാണ് എന്റെ വാപ്പനെ വിളിച്ചിട്ടുള്ളത്. വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫൻ വാഹിദ, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന്, ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പരാതിയുമായി വന്ന ഉപ്പയുടെ നേരെ തിരിഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ മകനോട് നിങ്ങളുടെ മകൻ നിങ്ങളോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നിങ്ങൾ അവനോട് മോശമായി പെരുമാറിയിരിക്കുന്നു. അവൻ നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ ഉപദ്രവിച്ചിരിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഒരു ഉപ്പയുടെയും മകന്റെയും ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അവകാശങ്ങൾ ചോദിച്ചു വന്ന് ബാധ്യതകൾ നിർവഹിക്കാതെ കിട്ടാനുള്ളത് ചോദിച്ചു വരുന്ന ഒരു ഉപ്പയുടെ ചിത്രം. തനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഉപ്പാക്കുള്ള അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാത്ത ഒരു മകന്റെ ചിത്രം. നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഉപ്പാക്ക് നമ്മുടെ മുഖച്ഛായ ഉണ്ടോന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന് നമ്മുടെ മകന്റെയോ മകളുടെയോ മുഖച്ഛായ ഉണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുത്തതേ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കാതെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ചോദിച്ചു നടന്നാൽ അത് കിട്ടൂല. എന്റെ പരിചയത്തിലുള്ള ഒരു കുടുംബം, അവിടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. വാപ്പാനെ മക്കള് മൈൻഡ് ചെയ്യുന്നില്ല, വാപ്പാനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഇതാണ് വിഷയം. അപ്പോ ആ കുടുംബത്തെ പറ്റി അടുത്തറിഞ്ഞപ്പോൾ ആ വാപ്പ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് 2-3 കൊല്ലങ്ങളായി. ആ ഭാര്യക്കും കുട്ടിക്കും തിന്നാൻ കൊടുത്തിട്ട് വർഷങ്ങളായി. എന്നിട്ട് ആ വാപ്പാക്ക് അവകാശങ്ങൾ വേണം. മക്കൾ ഇന്നെ ബഹുമാനിക്കണം, മക്കൾ ഇന്നെ ആദരിക്കണം. വ്യാപകമായിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ് ഭർത്താവ് ചെലവിന് തരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പൊ മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി വിളിച്ചു. അപ്പൊ അവർക്ക് 3 മക്കളാണ്, 3 ചെറിയ കുട്ടികൾ. ഭർത്താവിന് നല്ല കച്ചവടമാണ്, സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ വീട്ടിലെ ഒരു കാര്യവും ഇയാൾ നോക്കൂല. എന്നിട്ട് ഈ 3 കുട്ടികളെ വെച്ചിട്ട് ഈ പെണ്ണങ്ങട്ട് എടങ്ങാറാവാണ്. ഭക്ഷണം, അവരുടെ സ്കൂളിലെ ഫീ, ട്യൂഷൻ ഫീ, വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസ, ഇതൊന്നും ഇയാളുടെ അടുത്ത് കിട്ടൂല. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അപ്പൊ അവരുടെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഭർത്താവിന്റെ അടുത്ത് പൈസ ഉണ്ട്, അപ്പൊ ആ ഭർത്താവ് അറിയാതെ എനിക്ക് പൈസ എടുക്കാൻ പറ്റുമെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെയാണ് വിഷയമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനുള്ളത് ഭർത്താവ് അറിയാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ പറഞ്ഞ മറുപടിയല്ല, ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് വരികയാണ്. ഹിന്ദ് വന്നിട്ട് പറയാണ്, യാ റസൂൽ അല്ലാഹ്, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ്. അള്ളാഹുവിന്റെ റസൂലെ, അബൂ സുഫിയാൻ ഒരു പിശുക്കനാണ്. എനിക്കും എന്റെ കുട്ടിക്കും ഉള്ളത് അബൂ സുഫിയാൻ തരുന്നില്ല, എനിക്കും എന്റെ മക്കൾക്കും ഉള്ളത് അബൂ സുഫിയാൻ തരുന്നില്ല. അബൂ സുഫിയാൻ അറിയാതെ ഞാൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് എനിക്ക് കിട്ടും, അതല്ല എങ്കിൽ അബൂ സുഫിയാന്റെ അടുത്ത് എനിക്കൊന്നും കിട്ടൂല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുദീ മാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്. നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമായത് മാന്യമായ നിലക്ക് നിനക്കെടുക്കാം. ആർഭാടത്തിനും ദൂരത്തിനും അല്ല, അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു പെണ്ണിന്റെയും കുട്ടിയുടെയും ചെലവിന് ആവശ്യമായ തുക അബൂ സുഫിയാൻ അറിയാതെ തന്നെ നിനക്കെടുക്കാമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിന്ദിന് കൊടുക്കുന്ന മറുപടി. നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാണ് നമുക്ക് ആ ചെലവ് പിടിച്ചു വെക്കാൻ കഴിയുന്നത്? നമ്മൾ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആൾക്കാർക്ക് ചെലവിന് കൊടുക്കാതെ കഴിയാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ഏതോ ഒരു വിവാഹ പന്തലിൽ കസേര അപ്പുറത്തും ഇപ്പുറത്ത് ഇട്ടിരുന്നിട്ട് ആ പിതാവിന്റെ കൈ പിടിച്ച് നമ്മൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇതാ നിങ്ങളുടെ മകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, അത് ഏറ്റവും വലിയൊരു അമാനത്താണ്. നല്ല ബലമുള്ള ഒരു കരാറാണത് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ പെണ്ണിനെ ഇടങ്ങറാക്കുക? നമ്മൾ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട മക്കൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക. ഇതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ പുണ്യം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതും ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പൊരപ്പണിക്ക് വേണ്ടി കൊടുക്കുന്നതും മാത്രമല്ല സ്വതക്ക എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഓരോ ഉരുളയും സ്വതക്കയാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു മിസ്കീനത്തായ ഒരു പെണ്ണ് വരികയാണ്. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ കൂടെ 2 പെൺകുട്ടികളുണ്ട്. നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായിട്ടുണ്ട്. അവർ വന്നിട്ട് ആയിഷ ബീനോട് ചോദിച്ചു, ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം. അപ്പൊ നമ്മുടെ ഉമ്മയുടെ കയ്യിലുള്ള 3 കാരക്കകൾ എടുത്തു കൊടുത്തു. ഞാൻ അപ്പൊ ഈ ഉമ്മ ഒരു കാരക്ക ഒരു കുട്ടിക്ക് കൊടുത്തു, മറ്റേ കാരക്ക അടുത്ത കുട്ടിക്ക് കൊടുത്തു. അവർ 2 പേരും ആ കാരക്ക കഴിച്ചു. ഈ 3-ാമത്തെ കാരക്ക ഉമ്മയുടെ കാരക്കയാണ്.
ആ കാരക്ക ഉമ്മ വായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ രണ്ട് കുട്ടികളും ചോദിച്ചു ഞാൻ, ഞങ്ങൾക്ക് ആ കാരക്ക വേണം. ആ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ? ആ കാരക്ക രണ്ടാക്കി കീറി ഒരു ചീള് ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തു, മറ്റേ ചീള് അടുത്ത കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഒരു ഉമ്മ ആരാണ് എന്ന ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരമാണത്. ആയിഷ ബീവിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇവർക്ക് നല്ല വിശപ്പുണ്ട്. ആ കുട്ടികൾക്ക് ഓരോ കാരക്ക വീതം കൊടുത്തിട്ടുണ്ട്. ആകെ 3 കാരക്കയാണ് ആയിഷ ബീവിന്റെ കയ്യിലുള്ളത്, അതാണ് എടുത്തു കൊടുത്തത്. ആ ഉള്ള കാരക്ക രണ്ടാക്കി കീറി ഒരു ചീള് ഒരു കുട്ടിക്കും മറ്റേ ചീള് മറ്റേ കുട്ടിക്കും കൊടുക്കുകയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വിവരം പറയാണ്, നബി എങ്ങനെയൊക്കെ ഉണ്ടായി? ആയിഷ ബീവിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖദ് ഔജബ ബിഹാ ലഹൽ ജന്ന. ആ ഒരു കാരക്ക ചീളുകൊണ്ട് അള്ളാഹു ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഞാൻ സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നമ്മുടെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുള, അത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സ്വതക്കകളിൽ ഒന്നാണ്. നമ്മൾ ആരെങ്കിലും വൈകുന്നേരം അങ്ങാടിയിൽ നിന്ന് ഒരു 100 റുപ്യക്ക് മീൻ വാങ്ങിയിട്ട് വീട്ടിക്ക് പോകുമ്പോൾ ഇത് സ്വതക്കയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറയിലേക്ക് പോകുമ്പോൾ ഞാൻ നിർവഹിക്കുന്നത് അള്ളാഹു എന്നോട് കൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? നീയത്തുണ്ടെങ്കിൽ അതിനൊക്കെ കൂലിയിട്ടുള്ളൂ. ആ നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മളൊക്കെ ഏറ്റവും നല്ലവരാകേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവരാണ് എന്ന് പഠിപ്പിച്ച ഒരു ലീഡറുടെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? ആ ഖുർആനാണ് നിങ്ങളുടെ നബി എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ നമ്മളെ പറ്റിയിട്ട് ശരിക്ക് ആലോചിക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ജാമ്യയിൽ അധ്യാപകനായിരുന്ന സമയത്ത് പാരന്റ്സ് മീറ്റ് നടക്കുകയാണ്. അപ്പോ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മാത്രം ഇരുന്നിട്ട് അധ്യാപകരുടെ കൂടെ ഒന്ന് സംസാരിക്കും. അപ്പൊ അതിൽ ഒരു കുട്ടിയെ പറ്റിയിട്ട്, എന്റെ ഹൽക്കയിലുള്ള ഒരു കുട്ടിയെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ നല്ല പഠിക്കാൻ നല്ല മിടുക്കനായ, ക്ലാസ്സിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി. അവർ പഠിക്കാൻ ഉഷാറാണ്, നല്ല വിദ്യാർത്ഥിയാണ്. പക്ഷെ അവന്റെ പഠന മികവിനേക്കാളും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അവന്റെ സ്വഭാവമാണ്, അവന്റെ പെരുമാറ്റമാണ്, അവന്റെ മര്യാദകളാണ്. അപ്പൊ ഉടനെ ഈ സംസാരം നിർത്തിയ ഉടനെ അവന്റെ ഉമ്മ പറയാണ്, അത് അവന്റെ ഉപ്പയുടെ ക്യാരക്ടറാണെന്നാണ്, അത് അവന്റെ ഉപ്പയുടെ സ്വഭാവ ഗുണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു ക്വാളിറ്റിയാണ്. നമ്മൾ ശരിക്ക് ആലോചിക്കുക, നമ്മളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾക്കുള്ള അഭിപ്രായം എന്തായിരിക്കും? ഞാൻ ഈ ഖുതുബ പറയുന്നതിന് മുമ്പ് ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ ഓരോരുത്തരും ചോദിക്കണം, എന്നിട്ട് നമുക്ക് നമ്മളൊന്ന് മാർക്കിടണം. 100-ൽ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നമ്മളൊന്ന് വിലയിരുത്തുക. അവരുടെ ഇടയിലാണ് നമ്മൾ ഏറ്റവും നല്ലവരായി മാറേണ്ടത്. ഇത് പൊരേ കണ്ട് കയറി വരുമ്പോ നമ്മൾ കാട്ടാളന്മാരാകുക. അങ്ങാടിയിൽ നമ്മൾ ഉഷാറാണ്, സഹപ്രവർത്തകർക്കിടയിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് 100 നാവാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പക്ഷെ പൊരയിലോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആരായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? വെട്ടൊന്ന് തുണ്ടം 2 കർക്കശമായ നിലപാടുകളായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ദീനിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഭരണത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഗവർണർമാരോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാർക്കശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷെ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ എങ്ങനെയായിരുന്നു? ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരികയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്, വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ വയറ്റത്ത് കയറി കളിക്കുന്നുണ്ട്. അപ്പൊ ഈ വന്ന ആൾക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ കിടക്കുന്നത് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അയാൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, ഇതൊന്നും ശരിയല്ല. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, കൈഫ അൻത മഅ അഹ്ലിക്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇദാ ദഖൽതു സക്കതൻ നാതിക്, ഞാൻ അങ്ങോട്ട് പുരേക്ക് കയറി വന്നാല് അതുവരെ സംസാരിച്ചിരുന്ന ആൾക്കാരൊക്കെ പിന്നെ മിണ്ടാതിരിക്കും. എന്നോടുള്ള ബഹുമാനാണ്, ആദരവാണ്. അങ്ങനെയല്ല, വാപ്പാന്റെ വണ്ടിന്റെ ഒച്ച 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കേട്ടാൽ തന്നെ പുരക്കാണ്ട് ശാന്താകും. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അയാൾ വിചാരിച്ചത്.
അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാൾ തിരിച്ചു ചോദിക്കാണ്, അൻത ലാ തർഫഖു മാ അഹ്ലിക വ വലദിക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ മക്കളോടും കാരുണ്യം കാണിക്കുന്നില്ല, അനുകമ്പ കാണിക്കുന്നില്ല. ഫകൈഫ തർഫഖു ബി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് കാരുണ്യം കാണിക്കുക? അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അർഹനല്ല, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാമെന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് കൊടുക്കുന്ന ഉത്തരം. അതുകൊണ്ട് നമ്മൾ നല്ലവരാകേണ്ടത് നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് മുമ്പിലാണ്, നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിലാണ്. നമുക്ക് ദേഷ്യം നമ്മുടെ മൂക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ഔസിനി, നബിയെ നിങ്ങൾ എനിക്കൊരു വസിയത്ത് തരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ദബ്, നീ കോപിക്കരുത്, ദേഷ്യം പ്രകടിപ്പിക്കരുത്. ആ സ്വഹാബി വീണ്ടും ചോദിക്കാൻ, ഫറദ്ദദ മിറാറ, ആവർത്തിച്ച് ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉത്തരം ലാ തഗ്ദബ്, നീ കോപിക്കരുത്. നമുക്കങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഹ്കുമു അഹദുക്കും ബൈന ഇസ്നൈൻ വഹുവ ഗദ്ബാൻ. ഫിഖ്ഹിലൊക്കെ ഉള്ള ചർച്ചയാണ്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു ഖാദി, ഒരു ഭരണാധികാരി, ഹാക്കിം, അവർ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? വിധി നടപ്പാക്കാൻ പറ്റൂല എന്നാണ്. കാരണം എന്താ? അവിടെ നീതിയും ന്യായവും നോക്കാൻ കഴിയൂല. അയാൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുള്ള ഒരു അവസ്ഥയിലായിരിക്കൂല അയാൾ ഉണ്ടാവുക. അപ്പൊ ദേഷ്യം വരുമ്പോ നമ്മൾ വേറൊരാളായി മാറുന്നു. അവിടെ നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി ശൈത്താനിൽ നിന്ന് ഇസ്തിആദത്ത് തേടൂ, അഭയം ചോദിക്കൂ. നിൽക്കുകയാണെങ്കിൽ ഇരിക്കി, എന്നിട്ട് ഇരുന്നിട്ടും ദേഷ്യം അടങ്ങുന്നില്ലെങ്കിൽ ഒന്ന് കിടക്കി. ഞാൻ ദേഷ്യം വരുമ്പോ നമുക്ക് ആരാപ്പതൊക്കെ ആലോചിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ആരാണ് ശക്തിയുള്ളവൻ, ആരാണ് ബലമുള്ളവൻ? ഓന് മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല. ദേഷ്യം വരുന്ന സമയത്ത്, കോപം വരുന്ന സമയത്ത് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സ്വഭാവം കൂടി നന്നാകണം. നമ്മൾ ഉഷാറായിട്ട് നിസ്കരിക്കുന്നുണ്ട്, നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആനോത്തും സ്വതക്കുകളായിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെ ഉടമകളാകുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ.